ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വർക്ക് ഫ്രം ഹോം ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലി നോക്കുന്നവരാണോ? നിങ്ങൾക്ക് സെയിൽസോ ടാർഗറ്റോ അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാത്ത ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ ജോലി. ഇവിടെ നിങ്ങൾക്ക് വേക്കൻസി വന്നിരിക്കുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയായ ആമസോണിന്റെ കീഴിലാണ്. ഇവിടെ 100-ലധികം വേക്കൻസികൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സെലക്ഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇവിടെ ബെസ്റ്റ് പാർട്ട് എന്തെന്നാൽ ഇവിടെ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വർക്ക് ഫ്രം ഹോം സെറ്റപ്പ് എല്ലാം കമ്പനിയുടെ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരും. ഇവിടെ നിങ്ങൾ ഫ്രഷർ ആണെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. യാതൊരുവിധ പ്രശ്നവും ഇവിടെ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു സാലറി പാക്കേജ് ആണ് ലഭിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരുപാട് ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. ആമസോണിൽ വർക്ക് ചെയ്തവർക്കറിയാം, ആമസോണിൽ ഒരുപാട് പേർ വർക്ക് ഫ്രം ഹോം ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കറിയാം ആമസോൺ ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ പോസ്റ്റിന്റെ പേര് ഇൻവെസ്റ്റിഗേഷൻ അസോസിയേറ്റ് എന്നൊരു പോസ്റ്റാണ് നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ജോലി എന്തെന്ന് പറഞ്ഞാൽ ആമസോണിൽ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രോഡോ കാര്യങ്ങളോ ഒന്നും നടക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ജോലി വരുന്നത്. കസ്റ്റമേഴ്സിന് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസും വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും നടക്കാതെ ശ്രദ്ധിക്കേണ്ടതും നിങ്ങളുടെ ജോലി തന്നെയാണ് വരുന്നത്. ഇതാണ് നിങ്ങളുടെ ജോലി വരുന്നത്. ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മിനിമം ഒരു ഡിഗ്രി നിങ്ങൾ ഏതൊരു സ്ട്രീമിൽ നിന്നും, ഇപ്പോൾ BE ആണെങ്കിലും BSc ആണെങ്കിലും BCom ആണെങ്കിലും യാതൊരുവിധ പ്രശ്നവുമില്ല. നിങ്ങൾ ഏതൊരു സ്ട്രീമിൽ നിന്നും ഒരു ഡിഗ്രി എടുത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു 5 days വർക്കിംഗ് ജോബാണ്. ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് ലീവ് ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ സാലറി പാക്കേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയർലി നിങ്ങൾക്ക് 2.5 LPA മുതൽ 3 LPA വരെ നിങ്ങൾക്ക് ഇയർലി ഏൺ ചെയ്യാൻ സാധിക്കും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ വർക്കും അനുസരിച്ച് ആമസോൺ നിങ്ങൾക്ക് നല്ലൊരു ഇൻക്രിമെന്റും കാര്യങ്ങളും നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ജോലി എങ്ങനെയാണ് വരുന്നത്, ഇവിടെ നിങ്ങളുടെ കമ്പനി എങ്ങനെയാണ്, ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ജോലി രജിസ്റ്റർ ചെയ്യുന്നത്, ഇതിന്റെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും എൻ്റെ ചാനൽ വരുന്നുണ്ട്. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കടന്നു വരും. ആമസോൺ BLRIS ഹിയറിംഗ് ഫോർ SEPO ലെവൽ 2 വർക്ക് ഫ്രം ഹോം 12 മാസത്തേക്കാണ്, 1 വർഷത്തേക്കാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് കോൺട്രാക്ട് റിന്യൂ ആയി പോവും. ഓക്കെ, ഇവിടെ ലൊക്കേഷനില്ല. വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഇവിടെ 100+ വാക്കൻസി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഓഫീസ് ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരാണ്. നിങ്ങൾക്ക് റിമോട്ട് ജോലിയാണ്, വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സാലറി സ്കെയില് 2.5 to 3 LPA പെർ ആണ് നിങ്ങളുടെ സാലറി സ്കെയിൽ വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ജോലി ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അത് വായിച്ച് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളാണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള സ്കില്ലുണ്ടായിരിക്കണം. സ്കിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം എല്ലാവർക്കുമുള്ള സ്കിൽസ് ആണ്. ആ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് റൊട്ടേഷൻ ഷിഫ്റ്റ് ആയിരിക്കും. ഓരോ 3-4 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഷിഫ്റ്റ് മാറിക്കൊണ്ടിരിക്കും. തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് 5 ദിവസമാണ് നിങ്ങൾക്ക് 5 ദിവസമാണ് നിങ്ങൾക്ക് വർക്കിംഗ് ഡേ വരുന്നത്. ബാക്കി 2 ദിവസം നിങ്ങൾക്ക് ലീവായിരിക്കും. ഓക്കെ, ഈ റോള് നിങ്ങൾ വീട്ടിലിരുന്നതാണ് ചെയ്യേണ്ടത്. ഈ റോള് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ സംസ്ഥാനങ്ങളിലുള്ള ആളായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, നമുക്കിവിടെ കേരളയുണ്ട്. നിങ്ങൾ കേരളയിൽ അല്ലെങ്കിൽ വേറെ ഏത് സ്റ്റേറ്റിലാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ മാത്രമേ ഇവർ പറയുന്നുള്ളൂ. ഓക്കെ, ഇവിടെ എബൌട്ട് കമ്പനീസ് ഉണ്ട്, റിവ്യൂ ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്ലൈ ഓൺ കമ്പനി സൈറ്റിൽ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ആമസോണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകും.
ഓക്കെ, ഇവിടെ നിങ്ങൾ ഐ ആം നോട്ട് റോബോട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് എവിടെ നിന്നാണ് ജോലി കിട്ടിയെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതർ ആണെങ്കിൽ അതർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെ നിന്നാണ് യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് എന്ന് കൊടുക്കുക, നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു അൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുക, നിങ്ങളുടെ ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ, നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളുടെ കറണ്ട് സിറ്റി കൊടുക്കുക, നിങ്ങളുടെ സ്റ്റേറ്റ് കൊടുക്കുക, നിങ്ങളുടെ പിൻകോഡ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ് ഡിഗ്രി ഹയസ്റ്റ് നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾ ഡിഗ്രി എവിടെ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഡിഗ്രി ഏതാണ് എടുത്തത്, നിങ്ങൾ ഡിഗ്രിക്ക് മുകളിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ടൈപ്പ് ആർട്ട് ആണെങ്കിൽ ആർട്ട്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, എഞ്ചിനീയറിംഗ്, സയൻസ് ആണെങ്കിൽ സയൻസ്, ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായത്, നിങ്ങൾ എടുത്തത് ഏതാണ് അത് കൊടുക്കുക. നിങ്ങൾ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് കൊടുത്തിരിക്കുക. അതില്ലെങ്കിൽ എൻ ബാറായി കൊടുക്കാവുന്നതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് നോട്ടീസ് പീരീഡ് കാണിക്കുമ്പോൾ ക്യാൻ ജോയിൻ ഇമീഡിയറ്റ്ലി കൊടുക്കുക. ഓക്കെ, കറണ്ട് എംപ്ലോയി നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ ബാറായി കൊടുത്താൽ മതി. ഇതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വെക്കേണ്ടതാണ്. അപ്പോൾ ആ സാലറിയുടെ ഇപ്പം നിങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ഇത്ര സാലറി കിട്ടുമെങ്കിൽ അതിൻ്റെ ബേസ് ചിലപ്പോൾ നിങ്ങൾക്ക് സാലറി ഇൻക്രിമെൻറ്റ് വരാം. ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക. നിങ്ങൾക്ക് ഷിഫ്റ്റ് ഏതാണ് വില്ലിങ് ടു വർക്ക് റൊട്ടേഷൻസ്, നിങ്ങൾ വർക്ക് റൊട്ടേഷൻ ഷിഫ്റ്റിന് വില്ലിങ് ആണെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാം. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ കമ്പനിയുടെ സ്ഥലത്തോട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കൊടുക്കാം. നിങ്ങൾ എക്സൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. നിങ്ങളുടെ ഈ ആധാർ കാർഡ് എൻ്റർ ചെയ്യുക. നിങ്ങൾ മുമ്പ് എംപ്ലോയി ആയിരുന്നു, ആമസോണിൽ എംപ്ലോയി ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കറണ്ട്ലി എംപ്ലോയി ആണോ എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ ആയിന്ന് കൊടുക്കുക. പിന്നെ CV കൊടുക്കുക. നിങ്ങളുടെ CV 3 MB താഴെയുള്ള CV നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നെ യൂസ് ക്യാമറ കൊടുക്കുക. യൂസ് ക്യാമറ ഡിക്ലറേഷൻ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ഡിക്ലറേഷൻ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആമസോണിൽ നിങ്ങൾ ഈ ജോലി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് മാക്സിമം ലാപ്ടോപ്പ് വഴിയോ PC വഴിയോ ചെയ്യാൻ ശ്രമിക്കുക. അതുവഴി ചെയ്യാനേ പറ്റത്തുള്ളൂ, മൊബൈൽ വഴി ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് മാക്സിമം നൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഹൈ ആയിരിക്കും. ഇന്നത്തെ ഈ വർക്ക് ഫ്രം ഹോം ജോലി നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്നും ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക.